ആനന്ദ് കൊച്ചുകൂടിയും താങ്കൾ ഇപ്പോൾ എസ് കെ എന്നിൻ്റെ തമ്മിൽ ഷോയിൽ സുകുമാരക്കുറുപ്പിനെ കണ്ടവരുണ്ടോ എന്ന ഷോയിൽ താങ്കൾ കൂടി പങ്കെടുത്തതാണ്. ആനന്ദ് കൊച്ചുകൂടി ആധികാരികമായി പറയാം, സുകുമാരക്കുറുപ്പ് ആ എപ്പിസോഡ് 2 എപ്പിസോഡും കണ്ടതാണ്. ആ എപ്പിസോഡിനെ പറ്റിയുള്ള ആശങ്ക അയാൾ ഫോണിൽ കൂടി പലരുമായി അയാളുടെ ബന്ധുക്കളുമായി പങ്കുവച്ചതാണ്, ആധികാരികമായി പറയുന്നതാണ്. ആനന്ദ് കൊച്ചുകൂടി, ഇവിടെ താങ്കളും ഈ അന്വേഷണ വഴിയിൽ കുറേ വാർത്താ വഴിയിൽ നടന്നയാളാണ്. കോവിഡ് കാലത്തിന് ശേഷം അല്ലെങ്കിൽ കുറുപ്പ് സിനിമ ഇറങ്ങി കഴിയുമ്പോൾ താങ്കൾ ഈ പറയുന്ന സരസമ്മയെ തേടി ആ വീട്ടിലേക്ക് താങ്കളും ഒരു മാധ്യമപ്രവർത്തകയൂടെ പോയതാണ്. താങ്കൾക്ക് അന്നവിടെ കുറുപ്പിൻ്റെ സാന്നിധ്യം അന്നവിടെ താങ്കൾക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞതാണ്. അതുവരെ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന താങ്കൾക്ക് ഏതാണ്ട് ബോധ്യം അങ്ങേക്കുണ്ട്. ഇപ്പോഴും കുറുപ്പ് ജീവിച്ചിരിക്കുന്നു, അയാൾ രക്ഷപ്പെടാൻ വഴികൾ തേടുന്നു. പിടികൂടാൻ ഈ സംവിധാനങ്ങൾ കഴിയോ എന്നതാണ് ചോദ്യം. ആനന്ദ് കൊച്ചുകൂടി, അതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇപ്പോൾ ഇവിടെ ആഭ്യന്തരമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തലയും ഇവിടെ ഒരു സർക്കാരും മാത്രമല്ല, ഇനി കേന്ദ്ര സർക്കാരിൻ്റെ കൂടി കൺകറൻസ്, ഇപ്പോൾ ഇൻ്റർപോളിന് റെഡ് കോർണർ നോട്ടീസൊക്കെ ഇറക്കണമെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹത്തിന് ഒരു വാലിഡ് പാസ്പോർട്ട് ഉണ്ടെന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വാർത്താലേഖനം, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഏത് രാജ്യത്തേക്കും ഇപ്പോൾ തന്നെ കടക്കാനുള്ള, അതായത് ഇന്ത്യയുമായിട്ട് എക്സ്ട്രഡീഷൻ ട്രീറ്റി ഒന്നും ഇല്ലാത്ത രാജ്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ ഇത്രയും കാലം ഒരാൾ ജോലി ചെയ്താൽ അയാൾക്ക് നല്ലൊരു ബാങ്ക് ബാലൻസ് ഉണ്ടാവും, അദ്ദേഹത്തിന് വലിയ സുഹൃത്തുക്കളുടെ വലയമുണ്ട്. ഇപ്പോഴും അദ്ദേഹം കേരളത്തിലെ ബഹുഭൂരിപക്ഷം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുമായിട്ട് ടച്ചിലാണ്. അവരൊക്കെ അദ്ദേഹത്തോട് വലിയ കൂറുള്ള ആൾക്കാരാണ്. കാരണം അദ്ദേഹത്തെക്കുറിച്ച് ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തോട് കൂറില്ലാത്ത 1-2 ആൾക്കാരൊക്കെയാണ് ശ്രീ അലി അക്ബർ ചില വിവരങ്ങളൊക്കെ അദ്ദേഹത്തിന് ചോർത്തിയെടുക്കാൻ പറ്റിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ പോലെ ഇപ്പോഴും സഹായിക്കുന്നു, സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും അദ്ദേഹം സഹായിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോഴും അദ്ദേഹവുമായിട്ട് ടച്ചിലാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മക്കളും എല്ലാവരും അവർ നിരന്തരം ഈ ഇദ്ദേഹവുമായിട്ട് സമ്പർക്കത്തിലാണ്. കേരള പോലീസിന് മാത്രമാണ് ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു ആശങ്കയും ഇല്ലാത്തതും. ഭാര്യയെ പറ്റി വലിയ കരുതലുള്ള ആൾ, ഭാര്യയുടെ മുട്ടുവേദനയെ പറ്റി കാര്യങ്ങൾ നിരന്തരം അന്വേഷിക്കുന്ന ഒരാൾ, പല വഴിക്ക് ചാറ്റ് നടത്തുന്ന ഒരാളുടെ ചാറ്റ് കണ്ടെത്താൻ പോട്ടെ, ഈ അലി അക്ബർ കൊടുത്ത റിപ്പോർട്ട് വെറുതെ നോക്കിയേക്കാം ആ വഴി എന്നൊരു ചിന്ത ഉണ്ടാവാത്ത എന്താണ്? അപ്പൊ സംതിങ് ഈസ് ഫിഷി. ആനന്ദ് കൊച്ചുകൂടി, അലി അക്ബർ തീർച്ചയായും, ഞാൻ ഈ കേസ് അന്ന് 2019 ഈ 2019-20 കാലത്ത് ഈ സിനിമ ഇറങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കുറേ കാലം ഇതിൻ്റെ പുറകെ നടന്നിട്ട് അന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ ചുമതല ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ജി ശ്രീജിത്തിനെ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ലായിരുന്നു ഇത് പർസ്യൂ ചെയ്യാൻ. പക്ഷേ അതിനുശേഷവും ഈ കാര്യങ്ങൾ അറിയാവുന്ന, അതായത് ശ്രീ അലി അക്ബറിൻ്റെ ഇങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട്, ഇതിൽ 169 നമ്പറുകളുണ്ട്, ആ നമ്പറുകൾ മാത്രം സൈബർ സെല്ലിനെ വെച്ചുകൊണ്ട് മാത്രം ഈ കേസ് അല്ലെങ്കിൽ ഈ സുകുമാരക്കുറുപ്പിനെ പിടിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തെളിയിക്കാൻ ഉതകുന്ന കാര്യങ്ങളാണ് എന്നറിയുന്ന പോലീസുകാർ കേരളത്തിലുണ്ട്. അദ്ദേഹം ശ്രീ അലി അക്ബർ റിപ്പോർട്ട് സമർപ്പിച്ചത് ശ്രീ നിതിൻ അഗർവാളിനാണ്. അദ്ദേഹം റിട്ടയർ ചെയ്തത് കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ശ്രീ നിതിൻ അഗർവാൾ റിട്ടയർ ചെയ്തത്. അദ്ദേഹത്തിനും ഈ കാര്യം ബോധ്യമുണ്ട്. അപ്പോൾ ഈ കേരളത്തിലെ ഒരു സംവിധാനം, പോലീസ് സംവിധാനം ഉൾപ്പെടെ സുകുമാരക്കുറുപ്പിനെ ഇനി പിടിക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. കാരണം ഇപ്പോഴും ഇത് എഴുതി തള്ളാൻ ഇത്രയും താല്പര്യം എന്തുകൊണ്ടാണ് എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. കാരണം കേരള പോലീസിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിയാൽ ഏറ്റവും മോശം അവർക്ക് ഉണ്ടാകുന്ന ഒരു ഇമേജ് ഉണ്ടാക്കുന്ന ഒരു കേസാണിത്. എന്തുകൊണ്ട് അന്ന് ആഭ്യന്തരമന്ത്രിയായ വയലാർ രവിയെ ഞാൻ ഈ അടുത്ത് SKNന്റെ ആ ഷോയിൽ പങ്കെടുത്തതിന് ശേഷം കാണാൻ പോയിരുന്നു. പക്ഷേ ദൗർഭാഗ്യകരം ശ്രീ വയലാർ രവിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. അദ്ദേഹത്തിന് വീട്ടിൽ പോയപ്പോൾ ഇവിടെ ഇപ്പോൾ കേരളത്തിലുള്ള ഒരു മന്ത്രി കൂടി ഉണ്ടായിരുന്നു അന്ന്. പക്ഷേ അദ്ദേഹത്തിന് ആ മന്ത്രിയെയോ ആരെയും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ മകളെ മാത്രമാണ് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ വയലാർ രവിയോട് ഇനിയൊന്നും ചോദിക്കാൻ പറ്റില്ല. പക്ഷേ ആലപ്പുഴക്കാരൻ തന്നെയായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി. അദ്ദേഹത്തിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ കേസ് വളരെ എളുപ്പത്തിൽ ഈ കേരള പോലീസിനെ കൊണ്ട് തെളിയിക്കാൻ പറ്റുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.